വൻ പ്രഖ്യാപനവുമായി ഓസ്ട്രേലിയൻ ഫെഡറൽ സർക്കാർ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള സ്ഥിര കുടിയേറ്റ പദ്ധതിയിൽ 1,85,000 വിസ അവസരങ്ങൾ അനുവദിച്ചു. നൈപുണ്യത്തിനും കുടുംബ പുനഃക്രമീകരണത്തിനും മുൻഗണന നൽകുന്ന പദ്ധതി രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് കരുത്തേകും. ഓസ്ട്രേലിയയിൽ നിന്നും സ്മിത നായർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള സ്ഥിര കുടിയേറ്റ പദ്ധതി 1,85,000 വിസകൾ അനുവദിക്കുമെന്ന് ഓസ്ട്രേലിയൻ ഫെഡറൽ സർക്കാർ പ്രഖ്യാപിച്ചു. പദ്ധതിയുടെ ആകെ വലിപ്പത്തിലും സ്കിൽ ഫാമിലി വിഭജനത്തിലും കഴിഞ്ഞ വർഷത്തതിനേക്കാൾ മാറ്റമില്ല. പുതിയ പദ്ധതിയിൽ ഏകദേശം 70% ഇടങ്ങൾ സ്കിൽ മൈഗ്രേഷൻ വിഭാഗത്തിനും 30% ഫാമിലി സ്ട്രീമിനും മാറ്റിവെച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി രാജ്യത്തിനുള്ളിൽ തന്നെ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന കുടിയേറ്റ അപേക്ഷകർക്ക് മുൻഗണന നൽകും. ഇതിനായി 1,29,590 ഇടങ്ങൾ അനുവദിച്ചിരിക്കുകയാണ്. ശേഷിക്കുന്ന 55,110 വിസകൾ ഓസ്ട്രേലിയയുടെ ദീർഘകാല തൊഴിൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായിക്കുന്ന ഉയർന്ന നൈപുണ്യമുള്ള വിദേശ അപേക്ഷകർക്കായിരിക്കും. ആകെ 1,32,240 ഇടങ്ങളുള്ള സ്കിൽ മൈഗ്രേഷൻ പ്രോഗ്രാം തൊഴിൽ വിപണിയിലെ നൈപുണ്യ ക്ഷാമം പരിഹരിക്കുകയാണ് ലക്ഷ്യമിടുന്നത്. ആരോഗ്യം, വിവരസാങ്കേതിക വിദ്യ, എഞ്ചിനീയറിംഗ്, നിർമ്മാണം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ തൊഴിലാളി ക്ഷാമം പരിഹരിക്കുന്നതിൽ ഈ പദ്ധതി നിർണായക പങ്ക് വഹിക്കും. അതേസമയം 52,460 ഇടങ്ങളുള്ള ഫാമിലി പ്രോഗ്രാം വിദേശത്തുള്ള കുടുംബാംഗങ്ങളുമായി ഓസ്ട്രേലിയക്കാർക്ക് വീണ്ടും ഒന്നിച്ചു ചേരാനുള്ള അവസരം ഒരുക്കും. കൂടാതെ 300 ഇടങ്ങൾ സ്പെഷ്യൽ എലിജിബിലിറ്റി വിഭാഗത്തിനായി മാറ്റിവെച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും തൊഴിലാവശ്യങ്ങൾക്കും പിന്തുണ നൽകുന്നതിനൊപ്പം കുടുംബ പുനരൈക്യത്തിനും മുൻഗണന നൽകുന്ന സമീപനമാണ് പുതിയ കുടിയേറ്റ പദ്ധതിയിലൂടെ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ആഭ്യന്തര വകുപ്പ് അറിയിച്ചു. സ്മിത നായർ, 24 ഓസ്ട്രേലിയ.